ശിഖിന്ദിയെ അയാൾ ഉറങ്ങിക്കിടന്ന് ചന്ദന കത്തിലടക്കം വെട്ടിക്ക് ശിബിരത്തിൽ അശ്വത്ഥാമാവ് എങ്ങനെയായിരുന്നു സഞ്ജയൻ? ആദിച്ചത്തവരുമായ ആളുകളിൽ ചോര ധരിച്ച് നിരൂപരായി കൃപകൃതവന്ന അശ്വത്ഥാമാക്കൾ അവിടെ ചുറ്റിക്കടത്തി ചോരയിലാണ് അവരുടെ വാഴ്ന്നു കൈപ്പടക്കം ഉറട്ടിപ്പിടിച്ച് ഒന്നായി തീർന്നത് പോലെയാണ്. സഞ്ജയ് ദിവ്യദൃഷ്ടി കൊണ്ട് ഞങ്ങൾക്ക് അശ്വത്ഥമാവിനെ കാണിച്ചു തരും. എങ്കിലും അവൻ വീരനാണ്. എന്റെ 100 പുത്രന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ഭീഷ്മർക്ക് ചെയ്യാൻ കഴിയാത്തത്, ദ്രോണർക്ക് ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവത്തിന് ശേഷം കൃഷ്ണനോട് വെറുതെ വിടുകയും അതിനു മുമ്പ് അവന്റെ ശരീരം ഒന്ന് വജ്രമാക്കാൻ ഒരു തവണ എനിക്ക് അവനെ കാണിച്ചു തരും. സഞ്ജയൻ, ഞാൻ ശ്രമിക്കാം. അവശേഷിച്ചിട്ടില്ല. അങ്ങനെയാണ് അശ്വത്ഥമാവിനെ മഹാരാജൻ. അതാ അങ്ങയുടെ അശ്വത്ഥമ വന്നിരിക്കുന്നു. യുധിഷ്ഠിരൻ ഹസ്തിനാപുരം ഭരിക്കുന്നത് കണ്ട് സന്തോഷിക്കേണ്ടവരെല്ലാം മരിച്ചു. മഹാരാജൻ, ഒരു തവണ ദൃഷ്ടി ഉയർത്തിയെങ്കിലും അശ്വത്ഥമാവിനെ അനുഗ്രഹിക്കൂ. ഇല്ല, എന്റെ പിതാവിന്റെ കൊലപാതകത്തിൽ ദൃഷ്ടദ്യുമ്നനോട് ഞാൻ പ്രതികാരം ചെയ്തു. അങ്ങേക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ എനിക്കായില്ല. നിന്റെ ഗർഭപാത്രത്തെ പുത്രഹീനമാക്കി കപടതയിൽ പൊതിഞ്ഞ കൃഷ്ണന്റെ യുദ്ധപ്പതി പാണ്ഡവംശത്തെ മുത്തോട് മുടിച്ചിട്ടേ അടങ്ങുകയുള്ളൂ. അവർ കൃഷ്ണനോടൊപ്പം ഏത് മാളത്തിൽ ചെന്നൊഴിച്ചാലും ശരി, ഇത് ബ്രഹ്മാസ്ത്രമാണ്. എല്ലാം കത്തിച്ചാമ്പരാവട്ടെ, പ്രളയം തന്നെ വരട്ടെ. കൃഷ്ണന്റെ രക്ഷക ശക്തി എനിക്കൊന്ന് കാണണം. അർജുന, എന്റെ പൂർവകർമ്മങ്ങളെ കുറിച്ച് ഓർത്തുകൊള്ളും. ഇതിന്റെ ശക്തിയെ ഒന്നല്ല കോടിക്കണക്കിന് കൃഷ്ണന്മാർക്ക് തടുക്കാൻ കഴിയുന്നു. നവസിൽ വാളയുണ്ട ദേവന്മാർ, സ്വന്തം ഇരിപ്പിടത്തിലിരുന്ന് യുദ്ധം കാണുന്നവർ, നിങ്ങൾ സാക്ഷികൾ. ക്രോധാന്തനായ അശ്വത്ഥാമാവ് സർവനാശത്തിനാണ് സ്വയം ബ്രഹ്മാസ്ത്രമായി തീരും. സ്വയം ബ്രഹ്മാസ്ത്രമായി തീരും.